ഇപ്പൊ അങ്ങനെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഞാൻ തിങ്കളാഴ്ചയോടുകൂടി അന്നത്തെ കൈമാറ്റം നടന്നപ്പോഴുള്ള രേഖയും അതിന് നടത്തിയ കറസ്പോൺസും അതെങ്ങനെ നടന്നെന്നുള്ളതും വിടും. കാരണം അത് അത്ര പഴക്കം വന്നുകൊണ്ട് അത് എടുത്ത് വച്ചിരുന്നിരുന്നത് എടുക്കാൻ വൈകിക്കൊണ്ടാണ് അത് പബ്ലിഷ് ചെയ്യാൻ വയ്യത്. മനസ്സിലായി? അപ്പൊ ഡിജിറ്റൽ തെളിവുകൾ നമ്മൾ വിടും. എനിക്കും പ്രശ്നമാണല്ലോ ഇത്. അന്ന് അന്വേഷിക്കാൻ ഞാൻ പരാതി കൊടുത്തു. ഞാൻ CBI ഡയറക്ടർക്ക് ND-14 വന്നപ്പോ തുടക്കത്തിലെ പരാതി കൊടുത്തിരുന്നെങ്കിൽ അന്വേഷണം വരുമല്ലോ. ഉറപ്പല്ലേ ഞാനും പ്രതിയാവും. അതെ അതെ, ഞാനും പ്രതിയാവും, ഒരു സംശയവും വേണ്ട. ഇപ്പോഴും മനസ്സിലായില്ലേ? അല്ല, ഞാൻ ചോദിട്ടെ എന്താ പരാമർശം? ഞാൻ ചോദിട്ടെ ഒരാളിപ്പോ എന്നോടൊപ്പം സഞ്ചരിച്ച എന്താ കുഴപ്പം? അങ്ങനെ എന്നെ അറിയാവുന്നോണ്ടല്ലേ ഞാൻ ചരിച്ചത്. അതെ അതെ അതെ, എന്താ തെറ്റ്? ഞാനും അദ്ദേഹം പോയത്, ഞാനും അദ്ദേഹവും മുഖ്യമന്ത്രിയും അന്ന് റവന്യൂ മിനിസ്റ്റർ എല്ലാ വിമാനത്തിലുണ്ട്. ആരോ മൊബൈലിൽ പകർത്തിയത് അന്ന്. അതെ, ജാവ്ദേക്കറിന്റെ വണ്ടി കയറിയതിന്റെ കുഴപ്പം? ജാവ്ദേക്കർ ഉത്തമ ബോധ്യം ഉണ്ടായിട്ടില്ല. സ്ട്രേഞ്ചർ ഒന്നുമല്ലല്ലോ ജാവ്ദേക്കർ. ആണോ? PC ജോർജ് പലതും പറയും. PC ജോർജിന് നല്ല ക്വാളിറ്റി ഉണ്ടാ. അതിജീവിതയെ വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച ആളാണ് PC ജോർജ്. കൂടുതൽ പറഞ്ഞാൽ നമ്മളത് പുറത്തുവിടും. നമസ്കാരം. ഇപ്പൊ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത് ദല്ലാൽ നന്ദകുമാറും അനിൽ ആന്റണിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചാണ്. AK ആന്റണി പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ നടത്തിയ ഒരു വലിയ അഴിമതിയുടെ കഥകളാണ് പുറത്തു വരുന്നത്. അഴിമതി നടത്തിയത് AK ആന്റണി അല്ല, അദ്ദേഹത്തിൻ്റെ മകനായ അനിൽ ആന്റണി ആയിരുന്നു. അന്ന് അദ്ദേഹം കോൺഗ്രസിൻ്റെ ഭാഗം കൂടിയായിരുന്നു. അപ്പോൾ അന്ന് ഒരു CBIക്ക് വേണ്ടിയിട്ട്, CBIയിലെ ഹൈക്കോടതി കൗൺസിലിനെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് ദല്ലാൽ നന്ദകുമാറിൽ നിന്ന് 25 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. അതുകൊണ്ട് ആ പൈസ തിരിച്ചു കൊടുത്തു. നിയമനം നടന്നില്ല. ഏകദേശം 1.5 കൊല്ലക്കാലം അന്ന് ഉണ്ടായിരുന്ന കൗൺസിലിൻ്റെ കാലാവധി നീട്ടിവെക്കുകയൊക്കെ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പലപ്പോഴായി കാര്യങ്ങൾ ചോദിച്ചപ്പോഴൊന്നും അനിൽ ആന്റണി സമ്മതിച്ചില്ല. അല്ലെങ്കിൽ ശരിയാക്കി തരാം എന്നിങ്ങനെ വെച്ച് താമസിപ്പിച്ച ശേഷം 1-1.5 കൊല്ലത്തിന് മേലെ അതങ്ങ് പോയി കഴിഞ്ഞ് ഇദ്ദേഹം വിളിക്കുന്നുണ്ട്, നന്ദകുമാർ വിളിച്ചാലും അദ്ദേഹം ഫോൺ എടുക്കാറില്ല. ഏറ്റവും അവസാനം നമ്പർ ബ്ലോക്ക് ചെയ്തു. ഈ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ കടന്നുപോയത്. ഒടുവിൽ PJ കുര്യന് അടക്കം ഇടപെട്ടുകൊണ്ട്, PJ കുര്യനും നമ്മുടെ അന്തരിച്ച PT തോമസും അടക്കം ഇടപെട്ടുകൊണ്ട് ഈ പൈസ തിരിച്ചു വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. അതായത് 5 ഗഡുക്കളായിട്ട് ഈ പൈസ 25 ലക്ഷം രൂപ തിരിച്ചു വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. പക്ഷേ അതിനപ്പുറം ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. CBI ഡയറക്ടറേറ്റിൽ ഏത് സമയം കയറി ചെല്ലാൻ സൗകര്യമുള്ള ഒരാളായിരുന്നു അനിൽ ആന്റണി. അതുമാത്രമല്ല, അവിടെ ചെന്നിട്ട് അദ്ദേഹം തൻ്റെ സിഗ്നേച്ചർ പോലും അനിൽ അംബാനിയുടെ കോപ്പി ചെയ്ത് അതുപോലെയൊക്കെ ഇട്ടിട്ടാണ് അദ്ദേഹം അവിടെ കയറി ചെന്നതെന്നൊക്കെയാണ് നന്ദകുമാർ ഉയർത്തുന്ന ആരോപണങ്ങൾ. അദ്ദേഹത്തെ സൂപ്പർ ദല്ലാൾ എന്ന് തന്നെയാണ് നന്ദകുമാർ വിളിച്ചിരുന്നത്. എന്ത് തന്നെയായിരുന്നല്ലേ, നന്ദകുമാർ ഇപ്പം നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹവുമായി വിളിച്ച് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. അനിൽ ആന്റണിക്കെതിരായിട്ട് ഇപ്പം സാർ ഉയർത്തിയിരിക്കുന്ന ഈ ഒരു ആരോപണം വളരെ ഗുരുതരമാണ്. നമ്മുടെ ഡിഫൻസ് മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട പല വിവരങ്ങളും പുറത്തു വിടുന്നു ആയിരുന്നു. ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുക്കുന്നു, റിപ്പോർട്ടുകൾ പലതും. ഇതിനകത്ത് എന്താണ് സാർ ശരിക്കും ഒരു വാസ്തവമായ കാര്യം എന്താണ്? എന്നോട് പണം വാങ്ങി എന്നുള്ളത് വാസ്തവം. ഇപ്പൊ അങ്ങനെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഞാൻ തിങ്കളാഴ്ചയോടുകൂടി അന്നത്തെ കൈമാറ്റം നടന്നപ്പോഴുള്ള രേഖയും അതിന് നടത്തിയ കറസ്പോൺസും അതെങ്ങനെ നടന്നെന്നുള്ളതും വിടും. കാരണം അത് അത്ര പഴക്കം വന്നുകൊണ്ട് അത് എടുത്ത് വച്ചിരുന്നിരുന്നത് എടുക്കാൻ വൈകിക്കൊണ്ടാണ് അത് പബ്ലിഷ് ചെയ്യാൻ വയ്യത്. മനസ്സിലായി? അപ്പൊ ഡിജിറ്റൽ തെളിവുകൾ നമ്മൾ വിടും. അപ്പൊ ചിലപ്പോ പറയാതെ അത് മോർഫ് ചെയ്തെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങേര് രക്ഷപ്പെടാൻ നോക്കും. അതെന്റെ വിഷയമല്ല. എന്നെ സംബന്ധിച്ച് അത് പ്രൂവ് ചെയ്യേണ്ട ഒരു വിഷയമുള്ളൂ. ഡിഫൻസ് മിനിസ്റ്റർ കാലത്ത് പല ഡീലും കൺക്ലൂഡ് ചെയ്യാണ്ട് വരുമ്പോ ഇവരെല്ലാം ഇങ്ങനെ പല ഫയലിന്റെ മുകളിൽ കയറി ഇരിക്കുന്ന ആളായിരുന്നു ഡിഫൻസ് മിനിസ്റ്റർ. തീരുമാനം എടുക്കൂലായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാനും പറ്റൂല. അപ്പൊ ഈ തീരുമാനങ്ങൾ വൈകുമ്പോൾ ആ തീരുമാനങ്ങൾ വൈകുമ്പോ ആളുകൾ അസംതൃപ്തരാകും. പല കാരണം റിക്വയർമെന്റ് വൈകണനുസരിച്ചിട്ട് അത് ഔട്ട്ഡേറ്റഡ് ആവും. അപ്പൊ അവർക്ക് ഈ പ്രൊക്വയർമെന്റ് നടത്താൻ എന്താണ് മാർഗം നോക്കുമ്പോ അവര് കണ്ടതാണ് അനിലിനെ. അപ്പൊ അന്ന് ഡൽഹി കേന്ദ്രീകരിച്ച് ഒരു ജനറൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് രാജേഷ് ശർമ്മ. അയാള് ആണ് പലരെയും കൂട്ടിക്കൊണ്ട് ചെല്ലുന്നു. ഇയാള് കാണുന്നു. അപ്പൊ വന്നവർ ഒഫീഷ്യൽ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ മകൻ സ്വീകരിക്കുന്നു. എല്ലാം പ്ലാൻഡ് ആണ്. സ്വീകരണം ഡിസ്കസ് ചെയ്യുന്നു. ഫയല് വീട്ടിൽ കൊണ്ടുവരുന്ന വീട്ടിൽ ഓഫീസിൽ വെക്കുന്ന കാണിച്ചു കൊടുക്കുന്നു. അത്യാവശ്യം മൊബൈലിൽ എടുത്ത് ഫോട്ടോ കൊണ്ടുവന്നു. അവര് സംതൃപ്തരാകുന്നു. മൂവ്മെന്റ് നടന്നെന്ന്. മനസ്സിലായില്ലേ? ഒന്നും കൺക്ലൂഡ് ചെയ്യപ്പെടൂല. അങ്ങനെ ഒരു പ്രക്രിയയാണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരുന്നത്. സാർ ഇതിനകത്ത്
AK ആന്റണിക്ക് ആ സമയങ്ങളിൽ ഈ പറയുന്ന ഡിഫൻസിന്റെ കാര്യങ്ങൾ പുറത്താവുന്നതുമായി ബന്ധപ്പെട്ടിട്ട് AK ആന്റണിക്ക് ഇതിൽ ഏതെങ്കിലും തരത്തിൽ പങ്കുള്ളതായിട്ട് സാർ വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന് പങ്കുള്ളതായിട്ട് ഞാൻ വിശ്വസിക്കാം. അദ്ദേഹം ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, താങ്കളുടെ പിതാവ് മിനിസ്റ്റർ, താങ്കൾ പിതാവിനോടൊപ്പം താമസിക്കുന്നു, അവിടെ ഫയലുകൾ വരും, ഒരു സംശയമില്ല. എല്ലാ ഫയലും ഓഫീസിലല്ലോ നോക്കുന്നത്, വീട്ടിൽ കൊണ്ടുവരും ഇല്ലേ? അതെ അതെ. അതിപ്പോ ആ വീട്ടിലെ ഓഫീസിന്റെ അകത്ത് മക്കൾക്ക് പ്രവേശിക്കാൻ എന്തെങ്കിലും സാങ്കേതിക തടസ്സം? അതെ, മനസ്സിലായില്ലേ? കൈകാര്യമാണ്. വലിയ വലിയ വോള്യം ലെവലിലാണോ എന്ന് ചോദിച്ചാൽ അല്ല, വോള്യം ലെവലിലാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള സാമ്പത്തികം നേടി അത് വെച്ചിട്ട്. പിന്നെ അങ്ങേര് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റാണ്. എന്താണെന്നറിയാമോ? അങ്ങേരും അങ്ങേരുടെ കുടുംബവും ഉപജീവനം നടത്തിയത് ഈ AK ആന്റണിയുടെ ഗ്ലാമറിലാണ്. അതെ അതെ. AK ആന്റണി കാലഹരണപ്പെട്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങേരും കാലഹരണപ്പെട്ടു പോയില്ലേ? കാലഹരണപ്പെട്ട പിതാവിനെ വെച്ചല്ലേ ഇവര് ഉപജീവനം നടത്തിയിരുന്നത്. അല്ലാതെ 52 കൊല്ലം പാർലമെന്റേറിയൻ ആയിരുന്നെന്ന് പറഞ്ഞത് BJP കൊടുത്ത പാർലമെന്റേറിയൻ ഒന്നുമല്ലല്ലോ AK ആന്റണി. കോൺഗ്രസിന്റെ പാർലമെന്റേറിയൻ നിയമസഭയിലും ലോക്സഭയിലും ഇല്ലേ? അതിന്റെ ഗ്ലാമറിലല്ലേ അദ്ദേഹം ജീവിച്ചത്. അല്ലാതെ അനിൽ ആന്റണി എന്ന് പറഞ്ഞാൽ AK ആന്റണിയുടെ മകൻ എന്ന നിലയ്ക്കാണ് അനിൽ ആന്റണി അറിയുന്നത്. അനിൽ ആന്റണിയുടെ പിതാവെന്നല്ല AK ആന്റണിയെ പറയണത്, ആണോ? അതല്ല, തീർച്ചയായിട്ടും AK ആന്റണിയുടെ ഒരു ബേസ് തന്നെ എപ്പോഴും അനിൽ ആന്റണിക്ക് ഉണ്ടാവും. പത്മജ വേണുഗോപാൽ കർണാടക ബേസ്, രണ്ടുപേരും കേരളത്തിലും ഇന്ത്യയിലും അറിയപ്പെടുന്ന ആളുകളാണ്. അവർ ആ ബേസ് മുതലാക്കിയാണ് നിലനിൽക്കുന്നത്. അല്ലാണ്ട് സ്വന്തമായിട്ട് ഇവർക്ക് ഒരാളെ കൂട്ടാൻ പറ്റൂലല്ലോ. അതെ. അയാൾ എന്നെ വെല്ലുവിളിച്ച് തെളിവ് പുറത്തു വിടാൻ, ഞാൻ തെളിവ് വിടാൻ തന്നെ തീരുമാനിച്ചു. സാർ, മറ്റൊരു കാര്യം കൂടി, നേരത്തെ കരുണാകരന്റെ ഒരു കാലത്ത് കരുണാകരനെതിരായി ഒരു ഉപജാപക സംഘം പ്രവർത്തിച്ചിരുന്നു. അതിനുശേഷം AK ആന്റണിയെ താഴെ ഇറക്കാൻ PJ കുര്യൻ ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു ആരോപണം വരുന്നുണ്ട്. അതൊന്നും എനിക്കറിയില്ല, എന്റെ വിഷയമല്ല. ഞാൻ എന്റെ വിഷയം പറയാൻ എന്റെ മണം വാങ്ങി. ഇയാൾ ക്ലീൻ അല്ല. നമ്മളെ കുറിച്ചൊക്കെ പരാതികൾ ഒരുപാട് പറയുമ്പോൾ നമ്മൾ സമ്മതിക്കുന്നുണ്ട്, നമ്മൾ 100% ക്ലിയർ എന്ന് പറയും. ഐ എം ഷുവർ. പക്ഷെ ഇയാൾ ക്ലീൻ ഇമേജുകാരനാണെന്ന് പറഞ്ഞിട്ടാണ് ഈ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയത്. കണ്ടില്ലേ? പാകിസ്ഥാനിലേക്ക് പോകണം, കോൺഗ്രസ് ഓഫീസുകൾ അടച്ചുപൂട്ടണം, 2 കാലഹരണപ്പെട്ടതാണ് എന്റെ പിതാവ് അടക്കം. ആ രീതിയിലുള്ള വർത്തമാനം പറഞ്ഞപ്പോഴാണ് ഇയാൾ ക്ലീൻ അല്ല, ഇയാൾ പക്ക കച്ചവടക്കാരനായിരുന്നു, ആ കച്ചവടത്തിൽ നിന്നുള്ള ലാഭം സൂക്ഷിച്ചേക്കണമെന്ന് നിലനിർത്താനാണ് ഇയാൾ പരിവർത്തനം വരുത്തിയത് എന്നാണ് ഞാൻ പറഞ്ഞോളൂ. അതെ, കോൺസുലിന്റെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ ഈ ഒരു സാമ്പത്തികം സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങി 25 ലക്ഷം രൂപ ഞാൻ കൊടുത്തത് ഞാൻ കൊടുത്തത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു ആവശ്യം പലപ്പോഴായിട്ട് പറയുമ്പോൾ, അതായത് നമ്മളിപ്പോ ഒരു ഇടനിലയ്ക്ക് ഒരാളെ നിർത്തുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ പലപ്പോഴായി ഇദ്ദേഹത്തോട് ചോദിക്കുമല്ലോ. ഈ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം സാറിനോട് പറഞ്ഞുള്ള മറുപടി എന്തൊക്കെയാണ്? അത് നടന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു ഗുണം കിട്ടിയെന്ന് പറഞ്ഞാല്, അന്ന് ചന്ദ്രശേഖര പിള്ള എന്ന് പറഞ്ഞ ഒരാളായിരുന്നു ഹൈക്കോടതിയിലെ കോൺസൽ CBIയുടെ. അദ്ദേഹത്തിന് ഇയാളീ ഇതുമൊക്കെ ശരിയാക്കാന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് 1 കൊല്ലം 1.5 കൊല്ലം ഫ്രീ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. അത് ശരി. അപ്പൊ ആ പല സൗകര്യങ്ങളും എന്നുള്ള ഗ്ലാമറിലാണ് ഇവർ ഉപയോഗിച്ചത് അവിടെ. അതെല്ലാം ഉപയോഗിച്ചിട്ട് ഇപ്പൊ ഈ ഡിഫൻസിന്റെ പേപ്പറുകളിൽ ചിലതിലൊക്കെ പിടിമുറുക്കുന്ന കണ്ടപ്പോഴാണ് അങ്ങനെ ഈ മാറ്റം നടത്തിയത്, പരിവർത്തനം വന്നത്. അതായത് ഇപ്പൊ ഈ BJP-യിലേക്ക് ഒരു ചൂടുമാറ്റം നടത്തിയത്. അത് ശരി. പലതും അങ്ങനെയല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, അല്ല, പത്മജ വേണുഗോപാൽ അടുത്ത സമയത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നല്ലോ. അങ്ങനെ മാറിയതൊന്നും നമ്മുടെ വിഷയമല്ല, അങ്ങനെ മത്സരിച്ചത് നമ്മുടെ വിഷയമല്ല. ഈസ് നോട്ട് ക്ലീൻ. സാർ പറഞ്ഞല്ലോ, ഇദ്ദേഹം അനിൽ ആന്റണി ഡൽഹിയിലെ അറിയപ്പെടുന്ന ഒരു ദല്ലാളായിരുന്നു, ഒരു സൂപ്പർ ദല്ലാൾ എന്നാണ് സാറ് ഒരു വാക്ക് പ്രയോഗിച്ചിരുന്നത്. അപ്പൊ ഇതെന്തുകൊണ്ട് ഇത്ര ഉറപ്പിച്ച് സാർ പറഞ്ഞു? ഉറപ്പിച്ചു പറയാൻ എനിക്കറിയാവുന്നതല്ലേ, ആള് നടത്തിക്കൊണ്ടിരുന്ന വിക്രികൾ മുഴുവൻ. ഞാൻ ഡൽഹിയിലുള്ള ആളല്ലേ, എനിക്കറിയാലോ. ഞാൻ അയാളെ ഒന്നിനും അപ്രോച്ച് ഒന്നും ചെയ്യില്ല. ഇതൊരു കാര്യത്തിന് നടത്തി, അത് അയാൾക്ക് 2 ജൻപത് റെസിഡൻസ്, CBI ഡയറക്ടർ റെസിഡൻസിൽ ആക്സസ് ഉണ്ടെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാറ്റൊഴിച്ചു നോക്കിയിട്ട് ഞാൻ ബന്ധപ്പെട്ടുള്ളതാണ്. അത് ആക്സസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. CBI ഓഫീസുമായിട്ട് പ്രവൃത്തി ചെയ്തെടുക്കാം, CBI ഡയറക്ടറുമായിട്ട്. പക്ഷെ പ്രവൃത്തി നടത്തിയെടുക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. ചെറിയ കാര്യമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അന്ന് CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഹൈക്കോടതിയിൽ ചന്ദ്രശേഖര പിള്ളയായിരുന്നു. അദ്ദേഹം 1.5 വർഷം ഈ നമ്മുടെ ഈ വർക്ക്, ഈ പൈപ്പ് ലൈൻ വർക്ക് ഇങ്ങനെ പെൻഡിങ് ആയതുകൊണ്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഇന്ന് നമ്മുടെ സാജൻ തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞ അജിത് ശാസ്ത്രമംഗലം അതെല്ലാം കഴിഞ്ഞ് ഓട്ടോമാറ്റിക് വന്നോളാ, ഇത് അതല്ല, തെറ്റിച്ച് പറഞ്ഞാണ് അദ്ദേഹം അറിവില്ലായ്മ കൊണ്ട്. അത് ശരി.
ഇത് ചന്ദ്രശേഖരപിള്ള എന്ന് പറഞ്ഞ ആളായിരുന്നിരുന്നത്. അദ്ദേഹത്തിന്റെ ടെലിവർ കഴിഞ്ഞിട്ട് 1.5 വർഷം അയാൾ എക്സ്റ്റൻഷനിൽ പോയി ഈ നിയമനം നടക്കാണ്ട് വന്നു. മനസ്സിലായ? ഇത് എംപാനൽ ചെയ്ത് ഇന്റർവ്യൂ കഴിഞ്ഞവരാണ്. ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ എനിക്ക് വേണ്ടപ്പെട്ട എന്റെ വക്കീലിനും കൊടുക്കാൻ വേണ്ടി ഞാൻ ഇയാളോട് പറഞ്ഞു. ഇയാള് 280 പോയി കയറി ഇറങ്ങണത് നമുക്കറിയായിരുന്നു. എന്നിട്ട് ഈ 25 ലക്ഷം രൂപ മേടിച്ചോണ്ട് 1.5 വർഷമായിട്ട് നമ്മളായിട്ട് ചുറ്റിച്ചു. 1.5 വെച്ചാൽ ആദ്യം ആയത് 3/12/2012 2/12/2014 റിട്ടയർ ചെയ്തു. ടെനൂർ അപ്പോയിന്റ്മെന്റ് ആണ് 2 years. 13 ആയപ്പോ 13 അവസാനമൊക്കെ ആയി. 14 ആയപ്പോഴാണ് എനിക്ക് പണം. 13 അവസാനം 14 NDA വന്നപ്പോ ഞാൻ പരാതി കൊടുക്കുന്നു CBIക്ക്. അന്നേ കൊടുത്താൽ മതിയായിരുന്നു. പിന്നെ ആന്റണി കുടുങ്ങുന്നു PJ കുര്യൻ പറഞ്ഞോണ്ട് ഞാൻ പരാതി കൊടുക്കാൻ. ഓ, അങ്ങനെ ഇടയ്ക്കൊരു സംസാരം വന്നായിരുന്നു അല്ലേ? PJ കുര്യൻ ഇടപെട്ടല്ലോ പണം വാങ്ങി തരാം. PT തോമസ് ശക്തമായി ഇടപെട്ട് ഗൗരവത്തിലാക്കി പൈസ മേടിച്ചു. പക്ഷെ ഉമാ തോമസ് എന്തുകൊണ്ടാണ് സാർ ഇപ്പൊ ഇതിനെ കുറിച്ചൊന്നും വലുതായിട്ട് പറയാം? ഉമാ തോമസ് ചിലപ്പോ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവില്ല ഈ കഥ ബന്ധപ്പെട്ട കാര്യം. എന്നെ ഒരിക്കൽ ഉമാ തോമസ് കാണാൻ വന്നപ്പോ 3-4 ഇൻസിഡന്റുകൾ പറഞ്ഞു. ഈ കഥയെല്ലാം എന്നോട് വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷെ ചിലപ്പോ ഈ കഥ പറഞ്ഞു കാണൂല്ലോ ഇത് എനിക്ക് കാണാൻ വന്ന കാര്യമല്ലേ. എനിക്കും പ്രശ്നമാണല്ലോ ഇത്. അന്ന് അന്വേഷിക്കാൻ ഞാൻ പരാതി കൊടുത്തു. ഞാൻ CBI ഡയറക്ടർക്ക് NDA 14 വന്നപ്പോ തുടക്കത്തിലെ പരാതി കൊടുത്തിരുന്നെങ്കിൽ അന്വേഷണം വരുമല്ലോ. ഉറപ്പല്ലേ ഞാനും പ്രതിയാവും. അതെ അതെ, ഞാനും പ്രതിയാവും. ഒരു സംശയവും വേണ്ട. ഇപ്പോഴും മനസ്സിലായില്ലേ? അല്ല, ഇപ്പൊ ഇത് കേസുമായിട്ട് മുന്നോട്ട് പോയാലും ഇപ്പൊ താങ്കൾ പ്രതിയാവാനുള്ള സാധ്യതയുണ്ട്. അതൊന്നും എനിക്കറിയില്ല. അന്വേഷിക്കട്ടെ. പിന്നെ വേറൊരു കാര്യം, ഈ അനിൽ ആന്റണി നേരത്തെയും ഇതുപോലുള്ള ഇടപാടുകൾ നടത്തിയിരുന്നതായിട്ട് അറിയാമോ? ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എന്തൊക്കെ എന്റെ ഞാൻ കേട്ടറിവുണ്ട്. അവിടെ ഒരു അനിൽ ആന്റണി, PJ തോമസ്, ഒരു ആൻഡോസ്, ഇങ്ങനെ 3 പേര് ചേർന്ന് നടത്തുന്ന കച്ചവടം ഇപ്പൊ മോദിയുടെ അടുത്തേക്ക് NDAയിലേക്ക് മാറ്റി കച്ചവടം. ഈ അടുത്ത കാലത്ത് ചിലരെയൊക്കെ കൊണ്ട് ഫോട്ടോ എടുത്തൊക്കെ എടുത്ത് വെച്ചത് ഞാൻ. അടുത്ത ഈ അന്നത്തെ ഇതിന്റെ കൂടെ വേണം അതൊക്കെ പുറത്തുവിടാൻ. പക്ക കച്ചവടക്കാൻ അയക്കൊന്നൊരു എത്തിക്സ്. അതായത് ഇപ്പൊ ഈ NDA സർക്കാരിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇനിയിപ്പോ NDA മാറി വേറെ സംവിധാനമാണെന്നെങ്കിൽ അയാൾ അങ്ങോട്ട് മാറും. അതിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. എനിക്കറിയില്ല. അല്ല, അതായത് ഇപ്പം UPയുടെ കാലത്ത് നടന്ന ഒരു അഴിമതി പുറത്താവും എന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ അദ്ദേഹം NDAയിലേക്ക് ചാടി. ഇനി NDAയുടെ കാലത്ത് എന്തെങ്കിലും അത്ഭുതം 2024 ജൂണിൽ സംഭവിച്ചാ ഇയാൾ എങ്ങോട്ട് മാറുന്ന ഞാൻ ചോദിച്ചത്. അതെ അതെ, ചോദ്യം. അപ്പൊ ഇത് ഇന്ത്യ ആവോ? UP അല്ലല്ലോ. അല്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇനി പറ്റൂലല്ലോ. കാലഹരണപ്പെട്ട സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ പറ്റൂലല്ലോ. അതെ, പാകിസ്ഥാനിലേക്ക് പോകാനല്ലോ അദ്ദേഹം പറഞ്ഞത്. വളരെ മോശം ലാംഗ്വേജ് ആണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഞാൻ താങ്കളോട്ട് ആശയവിനിമയം നടത്തുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും അൺപാർലമെന്ററി പറഞ്ഞതാ? ഇല്ല. ഞാൻ കൃത്യതയോടുകൂടി പറയണത്. ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ ഇലക്ഷൻസ് ഉണ്ട്. എനിക്ക് എന്ത് ഇലക്ഷൻസ് ഉണ്ട്? LDF സ്ഥാനാർത്ഥിയെ ഞാൻ നിർത്തിയതാ. അങ്ങനെ ഒരു ആരോപണം വരുന്നുണ്ട്. അങ്ങനെ ഒരു ആരോപണം PC ജോർജ് അടക്കമുള്ളവർ പറയുന്നുണ്ട്. ചോദിക്കണൊക്കെ PC ജോർജ് പലതും പറയും. PC ജോർജിന് നല്ല ക്വാളിറ്റി ഉണ്ടാ. അതിജീവിതയെ വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച ആളാണ് PC ജോർജ്. കൂടുതൽ പറഞ്ഞാൽ നമ്മളത് പുറത്തു വിടും. അതറിയാലോ തിരുവനന്തപുരത്തെ സംഭവം. അറിയാം. നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. പക്ഷെ നാട്ടുകാരത് ഞാൻ പറഞ്ഞില്ലേ, ഓഡിയോ കൂടിയേ ബോധ്യപ്പെടുള്ളൂ. പിന്നെ വീഡിയോ കൂടിയൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തണം. എന്തിനാന്ന് ഓർത്തിട്ടാണ്. അപ്പൊ ഇതിനുള്ള തെളിവുകൾ താങ്കളുടെ പക്കലുണ്ടെന്നാണ് പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ താങ്കളോടൊന്നും വലിയ വാഗ്വാദത്തിനൊന്നുമില്ല. ഞാൻ പറഞ്ഞു 2 ദിവസമായി. 2 ദിവസം കൂടി കഴിയുമ്പോഴത്തേക്കും എനിക്കറിയാം ഇത് പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്. അയാൾ എന്നെ വിഗ്രഹമോഷ്ടാവെന്നും ക്രിമിനൽ കേസിൽ പ്രതി എന്നുള്ള നോട്ടീസിൽ നിന്ന് പോയിട്ടുണ്ട്. നോട്ടീസിൽ പോകാൻ പോണു. അയക്കും സുരേന്ദ്രൻ. നമ്മൾ നീങ്ങും. അദ്ദേഹം വെല്ലുവിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് PJ കുര്യൻ പറയട്ടെ. അദ്ദേഹം സമ്മതിച്ചല്ലോ. AKNയുടെ സ്വന്തം സഹകാരി PJ കുര്യൻ. അറിയാലോ, മനസ്സിലായില്ലേ? പക്ഷെ ഇതിൽ PJ കുര്യൻ എന്റെ മുമ്പിൽ ഇരുന്നാണ് PJ കുര്യൻ ഇയാളെ വിളിച്ച പൈസ കൊടുക്കുന്ന പറഞ്ഞു. അല്ലാതെ ഒളിച്ചും പാത്തൊന്നും അല്ല പറഞ്ഞു. ഈ ജാവദേക്കറുമായിട്ടുള്ള ഒരു പ്രശ്നം എന്താണ് ഇപ്പൊ എന്റെ ഇടയ്ക്ക് ഉയർന്നു വരുന്നത്? ജാവദേക്കർ അന്ന് തിരുവനന്തപുരത്ത് വിമാനത്തിൽ വന്നിറങ്ങിയപ്പോ എന്റെ ടാക്സിക്ക് CSF എന്റെ ടാക്സി മുമ്പോട്ട് പുറകോട്ട് നീക്കി. ഇങ്ങനെ ടാക്സി മുമ്പോട്ട് കയറി. ഇങ്ങനെ ആ വണ്ടി കയറി. കുറച്ച് കഴിഞ്ഞപ്പോ അപ്പുറത്തുനിന്ന് ഇറങ്ങി. അങ്ങനെ എന്റെ വണ്ടിയിൽ നിന്ന് മറ്റേ വണ്ടിയിലേക്ക് പോയി. എന്താ കുഴപ്പം ഇതിനകത്ത്? എനിക്ക് അറിയാവുന്ന ആളല്ലേ അദ്ദേഹം. അപ്പൊ അങ്ങനെ ഒരു പരാമർശം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ചോദിച്ചതാ. അല്ല, ഞാൻ ചോദിട്ടെ എന്താ പരാമർശം? ഞാൻ ചോദിട്ടെ ഒരാളിപ്പോ എന്നോടൊപ്പം സഞ്ചരിച്ച എന്താ കുഴപ്പം? അങ്ങനെ എന്നെ അറിയാവുന്നോണ്ടല്ലേ ഞാൻ ചരിച്ചത്. അതെ. എന്താ തെറ്റ്? ഞാനും അദ്ദേഹവും പോയത്, ഞാനും അദ്ദേഹവും മുഖ്യമന്ത്രിയും
അന്ന് റവന്യൂ മിനിസ്റ്റർ എല്ലാ വിമാനത്തിലുണ്ട്. ആരോ മൊബൈലിൽ പകർത്തിയത് അന്ന്. അതെ, ജാവ്ദേക്കറിന്റെ വണ്ടി കയറിയതിന്റെ കുഴപ്പം? ജാവ്ദേക്കർ ഉത്തമ ബോധ്യം ഉണ്ടായിട്ടില്ല. ഈ സ്ട്രേഞ്ചർ ഒന്നുമല്ലല്ലോ ജാവ്ദേക്കർ, ആണോ? അല്ലല്ല. അദ്ദേഹം കയറി കുറച്ച് കഴിഞ്ഞപ്പോ ഇറങ്ങിയപ്പോ വെറുതെ ഒരു വേറെന്തോ ലക്ഷ്യത്തിന് വേണ്ടി പോണേ. ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം ഞങ്ങൾ തമ്മിൽ സംസാരത്തിൽ പറഞ്ഞു, കേരളത്തിൽ NDAക്ക് ക്ലച്ച് പിടിക്കാനുള്ള സ്കോപ്പ് കുറവാന്നോ? ആരും കേരളത്തിൽ നിന്ന് കൊള്ളാവുന്ന ആൾക്കൂട്ടം കൂടെയുള്ള ആരും നിങ്ങളുടെ കൂടെ കൂടൂല. സ്ലോട്ട് ഇല്ലാണ്ട് മൂലക്കിരിക്കണവർ നിങ്ങളുടെ കൂടെ വരും, കാരണം അവർക്ക് വേറെ വേദിയില്ല. അതെ. ഈ അനിലോ വർമ്മയെ വിളിച്ച് എത്ര പേര് കൂടെ കൂടും? അനിലിന്റെ കൂടെ തന്നെ BJPക്കാർ പോലും ഉണ്ടാവില്ലല്ലോ പത്തനംതിട്ടയില് നേരെ. കാരണം അനില് ഇവരെ വിഴുങ്ങുന്നവര് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കാരണം അനില് ഡൽഹിയിലെ പിടിവെച്ചിട്ടാണ് പലതും പിടിക്കുന്നത്. അതെ, അവർ അസംതൃപ്തരുമാണ്. അവര് PC ജോർജിനെയാണ് പത്തനംതിട്ടയെ പ്രതീക്ഷിച്ചത് സ്ഥാനാർത്ഥിയായിട്ട്, ഇല്ലേ? അതെ. എല്ലാവർക്കും ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ അനില് കടഞ്ഞു പിടിച്ച്. ഞാൻ ജാവ്ദേക്കറോട് ചോദിച്ച ജാവ്ദേക്കർ പറഞ്ഞത് എറണാകുളത്തായിരിക്കും അനില് സ്ഥാനാർത്ഥി എന്നാണ്. ജോർജ് പത്തനംതിട്ടയിൽ. ആദ്യം അങ്ങനെ ഒരു ടോക്ക് തന്നെയാ വന്നത്. പിന്നെ അദ്ദേഹം പറയില്ല ഞാൻ ജയിക്കാൻ പോണ ആളാണ്, 3ാം സ്ഥാനം. അത് തന്നെ ചെയ്യാം. തോറ്റ MP. അതെ. കേരളത്തിൽ ഒറ്റ സീറ്റ് ജയിക്കൂല. അല്ല സാർ, അതിൻ്റെ ഇടയ്ക്ക് താങ്കളൊരു പരാമർശം നടത്തിയായിരുന്നല്ലോ, ഒരു 10 ലക്ഷം രൂപയുടെ ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു BJP സ്ഥാനാർത്ഥി. അത് ഞാൻ പറയാം. അതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ സമയമായോ? അടുത്ത ദിവസം വിടണം. അത് തന്നാ പിന്നെ വിടേണ്ട കാര്യമില്ല. എനിക്ക് പൈസ കിട്ടിയപ്പോ എന്റെ മേടിച്ചല്ല, അക്കൗണ്ട് വഴിയാണ് അത് മേടിച്ചത്. അക്കൗണ്ട് വഴിയാണ്. ഈ 14 കാലഘട്ടത്തിൽ നിന്നും ഈ അക്കൗണ്ട് ഒന്നും സ്ട്രിക്റ്റ് അല്ലല്ലോ, അതോടെ കാശ് കൊടുത്തത്. ഇപ്പൊ കൊടുക്കാൻ പറ്റൂല. ഇപ്പൊ നമ്മള് കൊടുക്കൂല. ഇപ്പോഴാണെങ്കിൽ അതിന് പിടി വീഴാൻ സാധ്യതയുണ്ട്. അല്ല, ഇപ്പൊ അക്കൗണ്ടിൽ കൊടുത്ത എവിടെ പിടി വീഴാൻ? അക്കൗണ്ടിൽ നിങ്ങൾക്ക് പണം തരാൻ പാടില്ല നിങ്ങൾക്ക് പറഞ്ഞു. അല്ല. അക്കൗണ്ട് വഴി ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ അക്കൗണ്ട് വഴിയാ കൊടുത്തേക്കണത്. മനസ്സിലായില്ലേ? ടെറോ അല്ല, ഏതോ ഒരു ഫയർ ബ്രാൻഡ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണെന്നല്ലോ. ഫയർ ബ്രാൻഡ് കാൻഡിഡേറ്റ് അക്കൗണ്ടിലാണ് കൊടുത്തേക്കണ. തിരിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാം എനിക്ക് വേഗം തിരിച്ചു തരാം. പോളിംഗ് വരെയൊന്നും ഞാൻ വെയിറ്റ് ചെയ്യൂല. ഇല്ലെങ്കിൽ നിങ്ങള് ഞാനും തമ്മിലുള്ള എഗ്രിമെന്റ് എനിക്ക് പറയേണ്ടി വരും എന്ന് പറഞ്ഞു. ഓക്കെ, വേറൊന്നുമില്ല. അപ്പൊ വളരെ എനിത്തിങ് മോർ? ഇല്ല. എന്താ താങ്കളുടെ സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞു? എനിക്ക് മനസ്സിലായില്ല. യോഗനാഥൻ ന്യൂസ്. ഇത് വന്നിട്ട് നമ്മുടെ അല്ലെങ്കിൽ എന്റെ വെർഷൻ എടുക്കാൻ ഒറിജിനൽ സംഭവം തന്നെയാണല്ലോ. എന്റെ വെർഷൻ എടുക്കാൻ വേണ്ടി വിളിച്ചതല്ലോ അല്ലേ? എനിക്കൊന്നും വിരോധം. ആര് വിളിച്ചാലും നമ്മൾ ഇത് തന്നെ പറയും. അല്ല, ഒറിജിനൽ നമ്മൾ യോഗനാഥൻ ന്യൂസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ചാനലാണ്. അല്ല, ഞാൻ സഹോദരൻ ഞാൻ പറഞ്ഞെന്താണെന്നറിയാമോ? വേറെ ചിലർ തന്നെ വിളിച്ച് കാര്യങ്ങൾ തിരക്കാം. ഞാൻ പറയാം മിസ്റ്റർ, നിങ്ങൾ എന്ത് കാര്യം തിരക്കാലും ഈ പറഞ്ഞത് ഞാൻ മാറൂല. അല്ല, കാര്യം തിരക്കാനല്ല. ഇത് പക്ക പ്രൊഫഷണലാണ്. പറഞ്ഞേക്ക്. അല്ല, ഞാൻ പ്രൊഫഷണൽ അല്ലെങ്കിൽ എന്നെ അങ്ങനെ വാദിക്കണം. ഞാൻ പറയുന്നത് ഒരു സ്റ്റാൻഡ് മാറിയിട്ടില്ല. ഞാൻ പ്രൂവ് ചെയ്യുന്നുള്ള കാര്യത്തിൽ മാറിയിട്ടില്ല. പിന്നെ എന്താ പ്രശ്നം? അടുത്ത ദിവസം ഞാൻ ആ എവിഡൻസ് കൂടി വിടുന്നതോട് സംഭവത്തിന് സമാധിയാവും. ശരിയല്ലേ? അതെ. അന്നത്തെ CBIയുടെ ലെറ്റർ എന്നെ സമീപിച്ചപ്പോ തന്ന വിസിറ്റിംഗ് കാർഡ് എന്റെ ഇന്ന് ഡെസ്പറേറ്റ് ആയിട്ട് ഇത് മേടിച്ചോണ്ട് പോകുമ്പോ എടുത്തൊരു ഫോട്ടോ, അതൊന്ന് മങ്ങിയേക്കണോണ്ട് അതൊന്ന് ക്ലിയർ ആയി കിട്ടണം. അതാണ് ഞാൻ വെയിറ്റ് ചെയ്യണത്. എനിക്ക് എന്നെ ഡെസ്പറേറ്റ് ആയിട്ട് പൈസ മേടിക്കാൻ 6-7 തവണ വിളിച്ചപ്പോ എനിക്ക് സംശയം തോന്നിയെന്ന് ഇത് പോക്കാന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഈ പ്രവൃത്തി ചെയ്യാറില്ല, റെക്കോർഡ് ചെയ്യാറില്ല. ഇത് കൊടുക്കുന്ന പറഞ്ഞപ്പോ എന്നെ 6-7 തവണ വിളിച്ചേ തുരുതുര കിടന്ന്. അല്ലാണ്ട് ഇങ്ങോട്ട് പിന്നെ വിളിച്ചിരുന്നു. അല്ലാണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കണേ, ഞാൻ വിളിക്കണം. അതിനുശേഷം അങ്ങനെ പറഞ്ഞ ഒരു കാര്യം ശരി, ഞാൻ നിരന്തരം തിരിച്ചു മേടിക്കാൻ ശ്രമിച്ചപ്പോ അങ്ങനെ കോള് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞില്ല. ഈസ് എ സൂപ്പർ ബ്രോക്കർ. കച്ചവടം നടത്തി ഫാദറിനെ വിറ്റ് പുള്ളി. അപ്പൊ ഈ പിന്നെ ഡിഫൻസിന്റെ കുറെ രേഖകൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പുറത്ത് കൊടുത്തു എന്നല്ലേ പറയാം. ഇത് നമ്മുടെ രാജ്യത്തിന്റെ അതൊന്നും സുരക്ഷ ഒന്നും ബാധിക്കൂല. ഈ ടെൻഡറിന്റെ പ്രൊസീജിയറും ആർക്ക് ടെൻഡറായി, എന്താണ് ഗവൺമെന്റ് നോട്ട്, ഇതൊക്കെ ഉള്ളൂ. ആകാംക്ഷ പരിധി വിളിക്കുക, കാശ് കൊടുക്കൂലേ? നമ്മൾ ലോട്ടറി എടുത്ത് അടിക്കുന്നു വിചാരിക്കണമല്ലോ. എല്ലാവർക്കും ആയിരിക്കും. അത് തന്നെ നിങ്ങൾ നോക്കൂലേ നറുക്കെടുപ്പിന്റെ അന്ന്? അത്ര സംഭവിച്ചിട്ടുള്ള ഇതിനകത്ത് വേറെ അപകടമൊന്നുമില്ല. മനസ്സിലായല്ല? അപ്പൊ അദ്ദേഹം ഈ കാലങ്ങളിൽ UPയുടെ ഭരണകാലത്ത് നടത്തിയ അഴിമതികൾ മറയ്ക്കാൻ 1-2 ദിവസം ഇത് ഡീല് പങ്കാളിയായ ഒരുത്തം വെട്ടി തുറന്ന് എന്ന് പറയും, ഞങ്ങൾക്ക് ഇന്ന പേപ്പർ തന്നെ കാശ് മേടിച്ചു. കഥ മനസ്സിലായില്ലേ? മനസ്സിലായി. അവരാ പേപ്പർ വെച്ച് കാണിക്കുമ്പോ നോക്കി അറിയാലോ. എനിക്കറിയാലോ ഇത് ആരൊക്കെ മേടിച്ചോണ്ട് പോയെന്ന്. ഞാൻ ഇടപെട്ടിട്ടൊന്നുമില്ല. എനിക്കൊരു പേപ്പർ ഒന്നും തന്നിട്ടില്ല കേട്ടോ. ഞാൻ അതിനൊന്നും നിന്നിട്ടില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാനാകെ ഈ ഒരൊറ്റ കാര്യം എന്റെ വക്കീല് അയാൾ എംപാനലിൽ വന്ന് അയാൾക്ക് അർഹതയുണ്ടെന്ന് കണ്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചു. കിട്ടിയില്ല. എനിക്ക് ഏറ്റവും അമർഷയോട് തോന്നിയത് CBI ഡയറക്ടർ 2/12/14 റിട്ടയർ ആയി. 2/12/14 ശ്രദ്ധിച്ചോളാം. 3/12
12 ജോയിൻ ചെയ്ത്. റിട്ടയർമെന്റിന് ഒരാഴ്ച മുമ്പ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച് നമ്മുടെ കാര്യം നടക്കുമോ, അടുത്ത ആഴ്ച നടക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ചെന്നെന്ന് പറഞ്ഞപ്പോ ഇയാൾ പറഞ്ഞ ഡേറ്റ് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കയറ്റിയാണ്. ഇയാൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ റിട്ടയർ എന്നാണ്. റിട്ടയർ ചെയ്തിട്ട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞാൽ കാശിന് കൊണ്ടുപോകണം, ഞാൻ കാശ് മേടിക്കും. CBIയുടെ ഇപ്പൊ ശരി ഞാൻ റെന്റിസിനെ പിരിഞ്ഞെന്ന് പറഞ്ഞിരുന്നു. പൈസ അവിടെ ഇയാൾ ഓർക്കണം തന്നെ ഈ കാര്യം. എങ്ങനെയുണ്ട് ഇടപാട്? അതെ കൊള്ളാം, ശരിക്കും നല്ല രീതിക്ക് ചീറ്റ് ചെയ്തു. ചീറ്റൊന്നും ഞാൻ പറയൂല, ചീറ്ററെന്നോ ഫോറെന്നോ ഫേക്കെന്നോ ഞാൻ പറയില്ല. BSNL ഞാൻ പറയില്ല, ഞാൻ വേറൊന്നും ആരോപിക്കും. എനിക്ക് ഞാൻ ഡേറ്റും നാളും കൃത്യമായിട്ടല്ലോ പറഞ്ഞു. എനിക്ക് എഴുതിയൊന്നും വായിക്കണ്ട, എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ടല്ലോ. അതെ അതെ ഞാൻ മനസ്സിലായില്ലേ? അതെ അതെ. അല്ലാതെ എനിക്ക് അങ്ങനെ സ്ഥാനാർത്ഥിയായി ജയിച്ച് MP ആവോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവോ ഇതൊന്നും എന്റെ സബ്ജക്റ്റ് അല്ല. എന്റെ സബ്ജക്ട് എന്റെ കയ്യിൽ വാങ്ങിയാൽ ക്ലീൻ അല്ല, ഇങ്ങനത്തെ അഴുക്കുകളാണ്, കുടിയേറ്റക്കാരാണ് BJPയിലേക്ക് എത്തിപ്പെടുന്ന പത്മനാഭൻ പറഞ്ഞത് കറക്റ്റായി. ഇപ്പൊ കുടിയേറ്റക്കാരെ കൊണ്ട് BJPക്ക് നിലനിൽക്കാൻ വയ്യാണ്ടായി അല്ലേ? അതെ അതെ, കുടിയേറ്റക്കാരാണല്ലോ അവിടെ ഇപ്പൊ പലതും കൈകാണുന്നത് അല്ലേ? അതെ, ഇപ്പൊ എല്ലാരും കുടിയേറ്റക്കാർ തന്നെയാണ്. ഏതാണ്ട് 20 ചീഫ് മിനിസ്റ്റർ, 15 ചീഫ് മിനിസ്റ്റർ, 10 ചീഫ് മിനിസ്റ്റർ ഒക്കെ മുൻകാല ചീഫ് മിനിസ്റ്റർമാർ ജോയിൻ ചെയ്യുന്ന ആരോ കണക്ക് പറയണായിട്ട്. അതെ അതെ അതെ. പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, കേജ്രിവാളിന്റെ ജാമ്യം കിട്ടി അദ്ദേഹം പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോ ഇന്ത്യ ഗവൺമെന്റ് അധികാരത്തിൽ വരില്ല 24. അതെ അല്ലേ? സാധ്യത ഇപ്പൊ 400 താഴെ വന്നു. അതെ, ഗ്യാരണ്ടിയും പോയല്ലോ. ഗ്യാരണ്ടിയും പോയില്ലേ? ഇപ്പൊ ഗ്യാരണ്ടി പറയണില്ലല്ലോ, അവിടെ വിട്ടോട്ടെ. ഗ്യാരണ്ടി പറയണില്ല. പിന്നെ രണ്ടാമൻ അസുഖക്കാരന് പോയി. അതെ അതെ അതെ, ആരോഗ്യ പ്രശ്നം ഒരു പ്രശ്നമാണല്ലോ. അതെ ശരിയാണ്. ഒരു കാലഘട്ടം ഇതൊക്കെ കയ്യിൽ നിൽക്കുള്ളൂ സഹോദര, എന്നത് സ്ഥിരമായിട്ട് നിൽക്കൂല. ഇതൊക്കെയാണ് അപ്പോൾ ദല്ലാൽ നന്ദകുമാർ നമ്മളുമായിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കാണിച്ചു തന്നതല്ല കേൾപ്പിച്ചു തന്നതായിട്ടുള്ള വിവരങ്ങൾ. ദല്ലാൽ നന്ദകുമാർ ഇനിയിപ്പോൾ വളരെയധികം ശക്തമായി തന്നെ പോവുകയാണ്. ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള തെളിവുകൾ തൻ്റെ പക്കലുണ്ട്, ഫോട്ടോസും ബാക്കിയുള്ള കാര്യങ്ങളും രേഖകൾ ഉണ്ട് തുടങ്ങിയ എല്ലാ വിവരങ്ങളുമായി ഇനി ഏറെ വൈകാതെ തന്നെ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും, മാധ്യമങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരും. അതോടൊപ്പം അദ്ദേഹം ഉയർത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം, കേരളത്തിലെ തന്നെ ഏറ്റവും ഫയർ ബ്രാൻഡായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി, BJPയുടെ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നും 10 ലക്ഷം രൂപ ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് വാങ്ങി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി എന്തായിരുന്നാലും അദ്ദേഹം ബാക്കിയുള്ള തെളിവുകളുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇനി ആരൊക്കെ ഇതിനകത്ത് ഉൾപ്പെടും, ആരൊക്കെ കെണിയിലാകും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ തന്നെ നമുക്ക് കണ്ടറിയാം. ശരി.